വേനലിലെ ചൂട് അതികഠിനമായി മാറിയിരിക്കുകയാണ്. എല്ലാവരും ഒരല്പം തണൽ തേടി തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേനൽക്കാലത്ത് പോകാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഓപ്ഷനുകളിലൊന്നാണ് കോഴിക്കോട്ടെ വയനാട്ടിലെ വെള്ളരിമലയിൽ നിന്ന് ഉത്ഭവിച്ച ചാലിയാറിൽ പതിക്കുന്ന ഇരുവഴിഞ്ഞി പുഴയിലാണ് ഈ പതങ്കയം വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുന്ന നാരങ്ങത്തോട് സ്ഥിതി ചെയ്യുന്നത്. വേനൽക്കാലമാവുന്നതോടുകൂടി ജില്ലയിലെയും മറ്റു അയൽ ജില്ലകളിലെയും ആളുകൾ ഇവിടേക്ക് കുതിച്ചു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടേക്ക് വരുന്നവരാണെങ്കിൽ ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതുവഴിയാണ് നമ്മൾ പതങ്കയം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നത്. വേനൽ കടുത്തതോടുകൂടി ഇവിടുത്തെ പുല്ലുകളെല്ലാം കരിഞ്ഞ നിലയിലാണ്. എന്നിരുന്നാലും കുളിർമയേകുന്ന ഒരനുഭൂതി നമുക്ക് ഇവിടെ സൃഷ്ടിക്കാൻ സാധിക്കും. ടൂറിസം വകുപ്പിൻ്റെ ഒരുപാട് കാഴ്ചകളൊന്നും എത്തിച്ചേരാത്ത ഒരിടമാണ് ഈ പതങ്കയം വെള്ളച്ചാട്ടം. ഒരുപാട് മരണങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. വേനൽക്കാലത്ത് ഒരു പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആളുകൾക്കും കുടുംബമായി എല്ലാം വന്നിരിക്കാവുന്ന ഒരു സ്ഥലമാണ്. എങ്കിലും മഴക്കാലമാവുന്നതോടുകൂടി അതിഭീകരമായ രൗദ്രഭാവം പൂണ്ട് ഇരവഴിഞ്ഞിപ്പുഴ ഇതിലൂടെ കുത്തിമറിഞ്ഞ് കലങ്ങി കടന്നു പോകും. ആ സമയങ്ങളിൽ ചിലപ്പോൾ സൗമ്യമായി നിൽക്കുന്ന ഒരു പുഴ പെട്ടെന്ന് തന്നെ അതിഭീകരമായ ഒരു പുഴയായിട്ട് മാറാം. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ സേഫ്റ്റി മുഖ്യമായും ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായം തേടുന്നതിൽ തെറ്റില്ല. നിങ്ങൾ ഇവിടുത്തെ വെള്ളമൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. തെളിഞ്ഞ വെള്ളം പതപോലെ ഒഴുകി വരുന്ന ഈ പാറക്കെട്ടുകൾക്കിടയിൽ നല്ല തണുപ്പോടുകൂടി നിങ്ങൾക്ക് വൈകുന്നേരവും ഉച്ചയ്ക്കും എല്ലാം ഈ തണുപ്പ് ആസ്വദിക്കാം. പാൽ പതഞ്ഞൊഴുകി വരുന്നത് പോലെയാണ് പാറക്കെട്ടുകൾക്കിടയിലൂടെ വെള്ളത്തിൻ്റെ യാത്ര. കുട്ടികൾക്കിറങ്ങാവുന്ന സ്ഥലവും അതുപോലെ മുതിർന്നവർക്കും ഒന്ന് ഉയരത്തിൽ നിന്ന് ചാടാവുന്ന സ്ഥലവുമൊക്കെ ഇവിടെയുണ്ട്. ഒരുപാട് അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് മുഖ്യമായും ഓർക്കുക. നിങ്ങളുടെ സേഫ്റ്റി നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. കൂട്ടുകാരോടൊന്നിച്ച് മണിക്കൂറുകളോളം ഇവിടെ ചിലവിടുന്ന ആളുകളെ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. അവർ ഉയരത്തിൽ നിന്ന് ചാടുകയും നീന്തി കുളിക്കുകയും ആ വെള്ളത്തിൽ കിടന്ന് ആ തണുപ്പ് ആസ്വദിക്കുകയും ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ക്രിസ്റ്റൽ ക്ലിയറായ വെള്ളമാണ് ഇവിടത്തേത്. മുകളിൽ നിന്ന് നോക്കിയാൽ അതിൻ്റെ അടിത്തട്ട് വരെ കാണാം. അതിനിടയിലൂടെ ഊളിയിട്ട് നടക്കുന്ന മീനുകളെ നമുക്ക് ഇവിടെ വെച്ച് കാണാം. ഇവിടെ മനുഷ്യർ കൊണ്ടിടുന്ന വേസ്റ്റല്ലാതെ മറ്റ് വേസ്റ്റുകളൊന്നുമില്ല. നമ്മളായിട്ട് അവിടേക്ക് വേസ്റ്റ് കൊണ്ടുപോയി ഇടരുത്. പലയിടത്തായി നമ്മൾ കൊണ്ടിട്ട വേസ്റ്റുകളാണ് പലപ്പോഴും അവിടുത്തെ ജനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടായി മാറാറുള്ളത്. ഇവിടേക്ക് തൊട്ടടുത്ത് ഭക്ഷണശാലകളൊന്നുമില്ല. ചെറിയ കടകളാണ് തൊട്ടടുത്തൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഒരുപാട് നേരം ചിലവഴിക്കാൻ വരുന്ന ആളുകളാണെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷണവുമായിട്ട് വരുന്നത് നന്നാവും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടേക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന ആളുകൾ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അവിടെ ഇട്ടു പോവാതെ അത് കൊണ്ടുപോകാനുള്ള ഒരു മാന്യത കാണിക്കുക. പലരും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ടും അതിൻ്റെ വേസ്റ്റ് അവിടെ വലിച്ചെറിഞ്ഞതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് ഒരു നല്ല സമൂഹത്തിൻ്റെ ലക്ഷണമേ അല്ല. നമ്മൾ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിൽ ശ്രദ്ധിക്കുമല്ലോ. കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി പഞ്ചായത്തിലാണ് പതങ്കയം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറത്തു നിന്നും വയനാട്ടിൽ നിന്നും അതുപോലെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്നെല്ലാം ആളുകൾ ഇവിടേക്ക് കടന്നു വരാറുണ്ട്. അതുപോലെ തൊട്ട് അടുത്ത പ്രദേശങ്ങളിലല്ലാതെ ദൂരെ നിന്ന് വരുന്നവർക്ക് ഹോം സ്റ്റേ സൗകര്യം ഇവിടെയുണ്ട്. അത് ആദ്യമേ ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. തൊട്ടടുത്ത പട്ടണം തിരുവമ്പാടിയും കോടഞ്ചേരിയും ഒക്കെയാണ്. ടൂറിസം വകുപ്പ് ഇതുപോലുള്ള സ്ഥലങ്ങൾക്ക് അവരുടേതായ പരിഗണന കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. ഇവിടെ പൊലിഞ്ഞ ജീവനുകൾ പലപ്പോഴും അശ്രദ്ധമായ ചില നീക്കങ്ങൾക്കിടയിലാണ് സംഭവിച്ചത് എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. മഴക്കാലത്ത് ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് ബുദ്ധി. ഇത് ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പാലത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇതാണ് ഇരവഴിഞ്ഞിയുടെ രൂപം.
പല തട്ടുകളിലായി കല്ലുകൾക്കിടയിലൂടെ ഊർന്നിറങ്ങി വരുന്ന വെള്ളം മനുഷ്യൻ്റെ സ്പർശം ഏൽക്കാതിരുന്നാൽ ഏറ്റവും ശുദ്ധമായ ഒരു വെള്ളം ഇതിലൂടെ കടന്നു പോകും. കുട്ടികൾക്കും മുതിർന്നവർക്കും കുടുംബത്തിനും എല്ലാവർക്കും ഊഷ്മളമായ ഒരു സ്വീകാര്യത ഇവിടെ ലഭിക്കാനിടയുണ്ട്. ഇവിടെ പോയിട്ടുള്ളവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. അതുപോലെ വേനൽക്കാലത്ത് ഇവിടേക്ക് കടന്നു വരുന്നത് പോലെ മഴക്കാലത്ത് ഇവിടേക്ക് വരാതിരിക്കുക. ഇവിടേക്ക് കാറുമായി വരുന്നവർക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതർ വെച്ച ബോർഡുകൾ ഒന്ന് വായിച്ചിട്ട് മാത്രം ഇവിടേക്ക് ഇറങ്ങുക.